ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ യമുന റാണി ഭക്ഷണത്തിനൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ ഋഷിയുണ്ട്. ഋഷിയോട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. പറയുന്ന കാര്യം ജിൻഡോയെ കുറിച്ചാണ്. ജിൻഡോയെ കുറിച്ച് പറയുന്ന കാര്യം ഇതാണ്: ജിൻഡോ നല്ലൊരു മനുഷ്യനാണ്, ആരെയും ചതിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓരോരുത്തർ വെളിയിൽ പോകുമ്പോഴേക്ക് കരയുന്നത് എന്ന് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് പുള്ളി ഇവിടെ ഗെയിമിന് വേണ്ടിയാണ് കരയുന്നത്, പലപ്പോഴും മറ്റു മത്സരാർത്ഥികളൊക്കെ പോകുമ്പോൾ ഒരു ഗെയിമിന് വേണ്ടി കരയുന്നതാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെന്ന് യമുന റാണി പറയുന്നുണ്ട്. അതുപോലെ ഋഷി പറയുന്നുണ്ട്, ഞാനും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്, പുള്ളി ഭയങ്കര ഗെയിമിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഗെയിമിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഋഷി പറയുമ്പോൾ യമുന റാണി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല, ഗെയിമിന് വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഉള്ളിൽ വരുന്ന ഒരു ഇമോഷൻ, അത് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വരുന്നത് എന്ന് യമുന റാണി ഇവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ഇപ്പൊ അദ്ദേഹത്തിന് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ ഇനി മുൻപോട്ട് കൊണ്ടുപോകുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്നലെ ഞാൻ ചോദിച്ചതെന്ന് പറയുന്നുണ്ട്. ഇന്നലെ യമുന റാണി ജിൻഡോയോട് ചോദിച്ചിരുന്നു, ഡേ 1 നിന്ന് ഇതുവരെ ഉണ്ടായ മാറ്റങ്ങളുണ്ടല്ലോ, ജിൻഡോയ്ക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിന് ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാനത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കൂ എന്ന് തന്നെ ജിൻഡോ പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യം തന്നെ ഇവിടെ ഋഷിയോട് പറയുന്നുണ്ട്. കുറെ മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ജിൻഡോ. അതിന് ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുപോകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഋഷി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയത്തില്ല, അതൊക്കെ നമുക്ക് വെളിയിൽ പോയി മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ പുള്ളിക്കാരൻ ഡേ 1 നിന്ന് ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ മാറ്റങ്ങളായിരുന്നു എന്ന് ഋഷി ഇവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യമുന റാണി പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ സ്നേഹമുള്ള വ്യക്തിയാണ്, ആ പുള്ളിക്ക് നന്മയുള്ള ഒരു മനസ്സുണ്ട്. അതുകൊണ്ടാണ് പുള്ളി വന്നിട്ട് ഓരോ ടാസ്കിന്റെ ഇടയിൽ, ഓരോ മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഇടയിലും ഒക്കെ വന്ന് ഓരോരുത്തരെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചിരി വരാറുള്ളത്. പുള്ളിയുടെ സംസാരത്തിനുള്ളിൽ എല്ലാവരെയും ചിരിപ്പിക്കാൻ പറ്റുന്ന എന്തോ ഒന്നുണ്ട്. പുള്ളിയുടെ മുഖം നോക്കുമ്പോൾ തന്നെ നമുക്കൊരു നിഷ്കളങ്കത നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ പലപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് പുള്ളി ഒരു പൊട്ടനാണ്, മണ്ടനാണ് എന്ന രീതിയിലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ബുദ്ധിമാൻ അദ്ദേഹം തന്നെയാണ് എന്ന് യമുന റാണി അവിടെ ഋഷിയോട് പറഞ്ഞും വെക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഓരോ പ്രേക്ഷകരും മനസ്സിലാക്കിയിട്ടുള്ളത്. കറക്റ്റായിട്ട് വെളിയിൽ ഇറങ്ങിയതിനു ശേഷം ഓരോ എപ്പിസോഡ് എടുത്ത് നോക്കിയപ്പോൾ കൃത്യമായിട്ട് യമുന റാണിക്ക് ജിൻഡോ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഋഷിക്ക് ചില സമയത്തൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഋഷി പറയുന്നുണ്ട്, അൻസിബയുടെ കുറ്റങ്ങളൊക്കെ ഓരോരുത്തടുത്ത് പോയി പറയുന്ന സമയത്ത് അൻസിബ പറയാറുണ്ട്, എനിക്കെന്തോ ജിൻഡപ്പനെ ഇഷ്ടമാണ് എന്ന രീതിയിലും അൻസിബ പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ ഋഷി കൂട്ടിച്ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും